സന്ദേശം വരുന്നത് കിടപ്പറകളിൽ നിന്ന് പാർശ്വഭാഗങ്ങൾ അകന്നുപോയ ടീം എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത്തരം ആളുകൾ എഴുന്നേൽക്കുന്നു. വഹും ഖലീൽ, അവർ കുറഞ്ഞ ആളുകളെ ഉള്ളൂ. പക്ഷെ അവർ എഴുന്നേൽക്കുമ്പോൾ ജന്നത്തബി ഗൈരി ഹിസാബ്, അവർക്ക് വിചാരണയില്ല, അവർക്ക് പ്രത്യേകമായി വിസ്താരങ്ങളില്ല, ക്രോസ് വിസ്താരങ്ങളില്ല. അവരെ നേരെ സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോകും. അപ്പോൾ മറ്റുള്ള ആളുകളെല്ലാം ഹിസാബിലാണ്, വിചാരണയിലാണ്. മറ്റുള്ളവരെല്ലാം വിചാരണയിലാകുന്ന സമയത്ത് ഇവരെ നേരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ഇല്ലേ? അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പാടിയില്ലേ, ഫലറകഅതാനി മിനസ്സലാത്തി ബിലൈലത്തിൻ കൻസും ബിദാരിൽ ഖുൽബി അബ്റമ അംബലാ ഫസ്തഗ്ഫിറന്ന മിനൽ കുനൂസ് ബിഫാഖത്തിൻ തുഅതി അലൈക വലാ നസീബ വലാ അവലാ. പൊന്നുമോനെ, രാത്രി ഒരു 2 റക്അത്തെങ്കിലും നീ നിസ്കരിക്കുക എന്നുള്ളത്, ഒരു 2 റക്അത്തെങ്കിലും നിന്റെ റബ്ബിനോട് സംസാരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് പോവുക. അത് കൻസും ബിദാരിൽ ഖുൽബി അബ്റമ അംബലാ. നിനക്ക് ശാശ്വതമായ ലോകത്ത് കിട്ടാനുള്ള ഏറ്റവും നല്ല നിധിയാണ്. കഴിഞ്ഞുപോയ വിഐപികളെല്ലാം ആ നിധികൾ നേടിയവരാണ്. അത് ചില്ലറ ഭാഗ്യത്തിന്റെ വിഷയം അല്ല, ചില്ലറ ഭാഗ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രയോഗം തന്നെ നിങ്ങൾ നോക്കൂ. അശ്റാഫു ഉമ്മത്തി ഹമലത്തുൽ ഖുർആൻ വഅസ്ഹാബുൽ ലൈൽ. എന്റെ സമുദായത്തിലുള്ള മാന്യന്മാരെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. വിഐപികൾ വിഐപിയുമല്ല, വിവിഐപിയുടെ പദവിയിലേക്ക് എത്തിക്കാൻ പര്യാപ്തമായ. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നിങ്ങൾ നോക്കണം, 1,24,000 അല്ലെങ്കിൽ 2,24,000 വരുന്ന പ്രവാചകന്മാർ. ഓരോ പ്രവാചകന്മാരുടെ സ്ഥിതി എത്രയാണ് അല്ലേ? ഓരോരുത്തരും ചെയ്ത ആരാധനകളും സേവനങ്ങളും എത്രയാണ്? ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അനുഭവിച്ച ത്യാഗം എത്രയാണ് അല്ലേ? ഓരോ പ്രവാചകന്മാരും അനുഭവിച്ച ത്യാഗങ്ങൾക്ക് കയ്യും കണക്കുമില്ല. പക്ഷേ അവരുടെ എല്ലാം ഇടയിൽ നിന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉന്നതമായ ഒരു സ്റ്റാൻഡേർഡ് കൊണ്ട് അല്ലാഹു തെരഞ്ഞെടുക്കാൻ പോവുകയാണ്. ആ സ്റ്റാൻഡേർഡ് ഏതാണ്? മഖാമുൻ മഹ്മൂദ് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡാണ്. എല്ലാവരാലും സ്തുതിക്കപ്പെടുന്ന സ്റ്റാൻഡേർഡാണ്. അഥവാ ഇവിടെയുള്ള എല്ലാ ജനകോടികളും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അന്ത്യനാൾ വരെ വരാൻ പോകുന്ന എല്ലാ ജനകോടികളെയും വിചാരണക്കെടുക്കാൻ വേണ്ടി ആ മഹ്ശറായിലെ അതിസങ്കീർണമായ ഘട്ടങ്ങളിൽ നിന്ന് മാറ്റമില്ലാതെ നിൽക്കുന്ന ഘട്ടത്തിൽ നിന്നൊരു മാറ്റം വരുത്താൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഫാഅത്തും കുബ്ര നടത്തിയപ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണക്ക് ആളുകളെ എടുക്കുമ്പോൾ ജനകോടികളെ മൊത്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹ് ചെയ്യുകയാണ്, പ്രശംസിക്കുകയാണ്. ഇന്നിപ്പം മൗലിദ് ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകളും അന്ന് മൗലിദ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പ്രശംസിക്കാത്ത ഒരു കുട്ടി ഒന്നുണ്ടാവില്ല. ആ സ്ഥാനമാണ് മഖാമുൻ മഹ്മൂദ്, എല്ലാവരാലും പ്രശംസിക്കപ്പെടുന്ന സ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥാനം. ഈ സ്ഥാനം ഒരേ ഒരു വ്യക്തിക്കാണ് നാളെ കൊടുക്കാൻ പോകുന്നത്. അത് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. എന്നാൽ ഈ 1,00,000-ൽ പരം വരുന്ന പ്രവാചകന്മാർക്കിടയിൽ നിന്ന് ആ സ്ഥാനം കൊണ്ട് മുത്തുനബിയെ തെരഞ്ഞെടുക്കാൻ വേണ്ടി അല്ലാഹു തആല മുത്തുനബിയോട് പറഞ്ഞൊരു കാര്യം എന്താണ്? അല്ലയോ നബിയെ, രാത്രിയിൽ നിങ്ങൾ നിസ്കരിക്കണം.
നബിതങ്ങൾ എപ്പോഴും നിസ്കരിക്കും. പക്ഷേ നബിതങ്ങളോട് പറയുന്നത്, നബിയെ നിങ്ങൾ രാത്രിയിൽ നിസ്കരിക്കണം. നബിതങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിസ്കരിക്കും. പക്ഷേ എന്തിനാണ്? പോയിന്റ് പറഞ്ഞു കൊടുക്കുകയാണ്. നബിതങ്ങളെ രാത്രിയിൽ നിസ്കരിക്കാൻ പറയുന്നത് അതിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. അങ്ങേ മഖാമും മഹ്മൂദ് നൽകിക്കൊണ്ട് അല്ലാഹു ആദരിക്കാൻ ചാൻസ് ഉണ്ട്. അതിനുവേണ്ടി തഹജ്ജുദ് നിസ്കരിക്കണം. ഇതിൽ നിന്നെന്താണ് നമ്മൾ പഠിക്കുന്ന പാഠം? മനുഷ്യന് പടികയറ്റം കിട്ടാൻ ഇത്ര മുൻപിയൊരു ഇബാദത്ത് വേറെയില്ല. വലിയ ചില രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഇബാദത്താണ്. നിങ്ങൾ നോക്കി, കഴിഞ്ഞുപോയ മഹത്തുക്കൾ മുഴുവൻ അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, അലൈക്കും ബിഖിയാമിൽ ലൈൽ, അലൈക്കും ബിഖിയാമിൽ ലൈൽ. ശരിക്കും ശ്രദ്ധിക്കണം മക്കളെ, ഒരു 2 റക്അത്തെങ്കിലും നിസ്കരിക്കാതെ പോകാൻ പാടില്ല. അലൈക്കും ബിഖിയാമിൽ ലൈൽ, നിങ്ങൾ രാത്രി നിസ്കാരത്തെ നിർബന്ധമായി പിടികൂടണേ. എന്തുകൊണ്ടാണ് നിങ്ങളോട് പറയാൻ കാരണം? നിങ്ങളുടെ മുമ്പുള്ള സ്വാലിഹീങ്ങളുടെ പതിവ് സമ്പ്രദായമാണത് എന്നില്ലേ? നമ്മുടെ സമുദായത്തിന് മാത്രമുള്ളതല്ല, മുൻകഴിഞ്ഞു പോയ സമുദായങ്ങൾക്കും കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള പതിവ് സമ്പ്രദായമാണ് രാത്രി നമസ്കാരം. വമഖറബത്തും ഇലാ റബ്ബിക്കും, നബി ഞങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളുടെ റബ്ബിലേക്കുള്ള ഏറ്റവും നല്ല അടുപ്പത്തിന്റെ കാരണമാണ്. റബ്ബിലേക്ക് അടുക്കാൻ, റബ്ബിലേക്ക് അടുത്തു വരാൻ താല്പര്യപ്പെടുന്നവരാണല്ലോ നമ്മൾ. ആ റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടിയല്ലേ നമ്മളിപ്പോൾ പട്ടിണി കിടക്കുന്നത്? ആ റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടിയല്ലേ നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടിയത്? ആ റബ്ബിന്റെ പ്രീതി കിട്ടാൻ വേണ്ടിയല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നത്? എന്നാൽ മുൻകഴിഞ്ഞുപോയ ആളുകളുടെ സ്വഭാവം റബ്ബിലേക്ക് അടുക്കാൻ പറ്റിയതും രാത്രിയിൽ നിസ്കരിക്കുക എന്നുള്ളതാണ്. പാപങ്ങളെ അത് പൂരിപ്പിച്ചു കളയും. ശരീരത്തിൽ നിന്ന് രോഗങ്ങളെ ഉന്മൂലനം ചെയ്യും. പലതിനും പറ്റും, പലതിനും പറ്റും. അത്രയും മുമ്പ് ഒരു സാധനമാണ് രാത്രിയിലെ നിസ്കാരം. ബഹുമാനപ്പെട്ടവർ പറയുന്ന ശീലിങ്ങനെന്നറിയോ? ഫലവത്താനി മിനസ്സലാത്തി ബിലൈലത്തിൻ കംസും ബിനാരിൽ ഖുൽദി അദ്വമ അംബലാ ഫസ്തക്ബിറന്ന മിനൽ കുനൂസ് നിഫാഖത്തിൻ തഅതി അലൈക വലാ നസീബ വലാ വലാ. പരലോകത്ത് നാളെ വരുമ്പോഴുള്ള സമയത്തുള്ള നിധികളാണ് മോനെ 2 റക്അത്ത് നിസ്കാരം എന്ന് പറയുന്നത്. 2 റക്അത്ത് നിസ്കാരം എനിക്ക് നിധിയാണ്. ഇങ്ങനെയുള്ള നിധി എടോ, ആ നിധിയെ നീ ധാരാളം വർദ്ധിപ്പിച്ചോ. ലിഫാഖത്തിൻ തൗത്തി അലൈക, എനിക്ക് വരാൻ പോകുന്ന ദാരിദ്ര്യ ദിവസത്തിലേക്ക്. കടുത്ത ദാരിദ്ര്യമാണ്, ആരും സഹായിക്കാനില്ല. ഇനി എത്ര പട്ടിണിയായാലും ഒരു പള്ളിയുടെ വരാന്തയിൽ പോയി മുണ്ട് വിരിക്കാനുള്ള ചാൻസെങ്കിലും ഉണ്ട്. ഒരു ബസ്സിൽ കയറിയിട്ട് കൈയാട്ടാനുള്ള ചാൻസെങ്കിലും ഉണ്ട്. ഒരു രക്ഷയുമില്ലാത്ത ഫാക്കത്തിന്റെ ദിവസമാണ്. ദാരിദ്ര്യത്തിന്റെ കൊടുകുത്തിയ ദാരിദ്ര്യത്തിന്റെ സമയമാണ്. നാളെ പരലോകമെന്ന് പറയുന്നത് ആ സമയത്ത് ഇതുപോലുള്ള നിധികൾ നീ ധാരാളം വർദ്ധിപ്പിച്ചോ. ദാരിദ്ര്യമെന്ന് മാത്രമല്ല, വലാ നസീബ വലാ വലാ, അവിടെ ഒരു ബന്ധങ്ങളുമില്ല, ഒരു തറവാട് ബന്ധവുമില്ല, ഒരു ബന്ധവും അവിടെ നടക്കുകയില്ല. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പക്കൽ നിന്ന് കിട്ടുന്നതല്ലാതെ ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ഈ ഒരു കാര്യം മനസ്സിലിരുത്തി പരമാവധി നിധിയെ നീ വർദ്ധിപ്പിച്ചോ. നിധി വർദ്ധിപ്പിക്കാനാണ് പറയുന്നത്. ഇഷ്ടംപോലെ വർദ്ധിപ്പിക്കുക. മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫത്തുൽ കുഫി റളിയല്ലാഹു അൻഹു, യസീദ് റുക്കാശ് റളിയല്ലാഹു അൻഹു, മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു, സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം നബി റളിയല്ലാഹു അൻഹു. എന്താ അവർക്ക് പേര് പറഞ്ഞത്? എന്താ അവരുടെ പ്രത്യേകത? യഖൂമൂന അൽ-ലൈല കുല്ലഹു
الدوام إلى أن ماتوا. മരിക്കുന്നതുവരെ സ്ഥിരമായി രാത്രിയിൽ മുഴുവൻ നിസ്കരിച്ച ആളുകളാണവർ. ഒരു 2 റക്അത്തെങ്കിലും പുലർച്ചെ എഴുന്നേറ്റ് നിസ്കരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. രാത്രിയിൽ മുഴുവൻ നിസ്കരിച്ച മഹാന്മാരാ. ഇവരുടെ കൂടെ അല്ലേ സഹോദരന്മാരെ നാളെ നമുക്ക് വരിയിരിക്കാനുള്ളത്? മഹാനായ ബിശ്ർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു, അലാ തസ്തരീഹു ലക ഫിൽ ലൈലി സഅതൻ, നിങ്ങൾക്ക് രാത്രിയിൽ കുറച്ച് വിശ്രമിച്ചൂടെ ഉസ്താദേ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഖാമ ഹത്താ തവർറമത ഖദമാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചത് കൊണ്ട് കാൽപാദങ്ങളും നീർകെട്ടി വീർക്കുന്നത് വരെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥയാണെങ്കിലോ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് മാ അന്നല്ലാഹു തആല ഖദ് ഗഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖറ. നബി തങ്ങൾക്ക് ഒരു പാപവും നബി തങ്ങളുടെ റെക്കോർഡിലില്ല, മുമ്പുമില്ല പിന്നെയുമില്ല, ഒരു പാപവും റെക്കോർഡിലില്ലാത്ത ഒരു നബി തങ്ങളോട് പോലും അല്ലാഹു തആല ആ നബി തങ്ങളെ പോലും കാല് നീര് കെട്ടി നിർത്തുന്നത് വരെ നിസ്കരിച്ചില്ലേ? എന്നാൽ فكيف أنام أنا ولم أعلم أن الله غفر لي ذنبا واحدا. എനിക്ക് എങ്ങനെയാണ് ഉറങ്ങാൻ കഴിയുക? എന്റെ ഒരു ദോഷം പോലും പുറത്തു വന്നു എന്ന് എനിക്ക് ഉറപ്പ് കിട്ടിയിട്ടില്ല. ഒരു ദോഷവും ഇല്ല എന്ന് പറഞ്ഞ മുത്ത് റസൂലുള്ളാഹി പോലും ഇങ്ങനെയാണ് ചെയ്തതെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഒരു ദോഷം പോലും പുറത്തു വന്ന് അറിയാൻ കഴിയാത്ത ഞാൻ എങ്ങനെ ഉറങ്ങും? എനിക്ക് എങ്ങനെ ഉറങ്ങാൻ കഴിയും? ഇല്ലേ? ആ നിലക്ക് മുഴുവൻ സമയം ഇബാദത്തിനായിരുന്നു കഴിഞ്ഞുപോയ മഹാന്മാർ. മൃഗത്തിലെ ഒരു കാമൽ നിന്നിട്ട് ഒരു ഹത്തം തീർത്തോവർ ഒരിക്കൽ മോദലാക്കി മുവാന്റെ കാപ്പോളാറ് നിലവോറും തോളോരോരുവാലെ 40 താണ്ടോളം സുബഹി പൊഴുതോവർ. ബഹുമാനപ്പെട്ട മുഹദ്ദിൻ ശൈഖ് റളിയല്ലാഹു അൻഹു, ഇവരെല്ലാവരും രാത്രിയിൽ ഇശാ നിസ്കരിച്ച അതേ വുളുകൊണ്ട് സുബ്ഹി നിസ്കരിച്ച മഹാന്മാരാണ്. നോവൽ വായിക്കുന്നത് പോലെ അല്ലേ? നോവൽ വായിക്കുന്നത് പോലെയുണ്ട് നമ്മളെ. എന്നാൽ അവരെല്ലാം ആ സ്ഥാനം അതിനുവേണ്ടി മെനക്കെട്ടത് എന്തുകൊണ്ടാണെന്ന് അറിയോ സഹോദരന്മാരെ? വളരെ പ്രധാനപ്പെട്ട 2 രഹസ്യങ്ങൾ തഹജ്ജുദ് നിസ്കാരത്തിൽ, രാത്രിയുടെ നിസ്കാരത്തിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഏതാണ് 2 രഹസ്യങ്ങളെന്നറിയോ? ഒന്നാമതായുള്ള രഹസ്യം അത് ഗഫലത്തിന്റെ സമയമാണ്. ഗഫലത്തിന്റെ സമയമാണ്. ഗഫലത്തിന്റെ സമയമെന്ന് പറഞ്ഞാൽ എല്ലാവരും അവഗണിക്കുന്ന സമയമാണ്. പകലാണെങ്കിൽ പലവരും ഖുർആനോടാനുണ്ടാവും, ദിക്ർ ചെയ്യാനുണ്ടാവും, ദർസ് നടത്താനുണ്ടാവും, മദ്രസ ഉണ്ടാവും, മൊയ്യാറുണ്ടാവും, വയലുണ്ടാവും. അർദ്ധരാത്രി കഴിഞ്ഞാൽ എല്ലാവരും അധികമാളുകളും കൂർക്കം വലിച്ച് ഉറങ്ങുന്ന സമയമാണ്. അങ്ങനെയുള്ള സമയത്ത് ആരാധന നിർവഹിച്ചാൽ ആ നിർവഹിച്ചവർക്ക് വലിയ ക്രെഡിറ്റാണ്. അത് ഇതും മാത്രമല്ല, ഇസ്ലാമിൽ ഒരുപാട് ഉദാഹരണങ്ങൾ അങ്ങനെ പറയാൻ കഴിയുന്നു. ഗഫലത്തിന്റെ സമയത്ത് എല്ലാവരും അവഗണിക്കുന്ന സമയത്തുള്ള നിസ്കാരം, തഹജ്ജുദ് നിസ്കാരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീളത്തി സ്വലാത്തുൽ ലൈൽ, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും, ഫർമായ നിസ്കാരത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം രാത്രിയിലുള്ള നിസ്കാരമാണെന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. എന്താണ് അതിന്റെ പ്രത്യേകത? ഹദീസിൽ തന്നെ കാണാൻ കഴിയും, ഇന്ന ഫിൽ ജന്നത്തി ഖുറഫൻ യുറാ ളാഹിറുഹാ മിൻ ബാത്തിനിഹാ വ ബാത്തിനുഹാ മിൻ ളാഹിരിഹാ. നിശ്ചയമായും സ്വർഗ്ഗത്തിൽ ചില റൂമുകളുണ്ട്, ചില മണിയറകളുണ്ട്, ചില കൊട്ടാരങ്ങളുണ്ട്. യുറാ ളാഹിറുഹാ മിൻ ബാത്തിനിഹാ, അതിന്റെ പുറം നോക്കിയാൽ ഉള്ളു കാണും. വ ബാത്തിനുഹാ മിൻ ളാഹിരിഹാ, ഉള്ളു നോക്കിയാൽ പുറം കാണും. നമ്മൾ പറയാം, അങ്ങനെയാണെങ്കിൽ കത്തിനപ്പെടേണ്ടി വരില്ലേ? അല്ലേ? സ്വർഗത്തിലെ അവസ്ഥാണ് മുത്തിന്റെ വീണ, മുത്തിനാനുള്ള വീട്.
അത്രയും പലർക്ക് സമാനമായ ഏറ്റവും നല്ല വർണ്ണിക്കാൻ കഴിയാത്ത റൂമുകൾ, എത്രയോ അലങ്കാരമുള്ള റൂമുകൾ. ആർക്കാണ് ആ റൂമ് തയ്യാറായിട്ടുള്ളത്? ആർക്കാണ് ആ റൂമിനെ അല്ലാഹു സത്യം ചെയ്തിട്ടുള്ളത്? മൂന്ന് കക്ഷികൾക്കാണ് അവരുള്ളത്. ഒന്ന് ഭക്ഷണം കൊടുക്കുക, മറ്റൊന്ന് സലാം വ്യാപിപ്പിക്കുക. ഓരോന്നും ശറഹയിലാണെങ്കിൽ ഓരോ ദിവസം ചുരുങ്ങിപ്പിക്കുക. ഭക്ഷണം കൊടുക്കുക, സലാമിനെ വ്യാപിപ്പിക്കുക, സലാമിനെ പറഞ്ഞുകൊണ്ടിരിക്കുക, കഴിവതും സലാം പറയുക. ഇപ്പൊ അതിന് സലാം പറയേണ്ട സ്ഥലങ്ങളിൽ സലാം പറയുന്നത്. ഒരുത്തൻ വിദേശത്തെല്ലാം പോയി അവിടെ നിന്ന് ക്ലാസ് മറ്റൊരു കേട്ട് പഠിച്ച് നാട്ടിൽ വന്നപ്പോ, നാട്ടിലായ സമയത്ത് കുരുത്തക്കേട് കെട്ടി നടക്കുന്ന പണിയായിരിക്കുമല്ലോ. വിദേശത്ത് പിന്നെ അങ്ങനെ ചാൻസ് കിട്ടില്ല. അതുകൊണ്ട് അവിടെ നിന്ന് കേട്ട് പഠിച്ച് പക്ഷെ നന്നായിട്ട് നാട്ടിൽ വന്ന് ഉമ്മാനോട് സലാം വരയ്ക്കും. സലാം പറഞ്ഞാൽ ഉടനെ തെറ്റിദ്ധരിക്കും. ആള് മുജാഹിദായെന്ന് വരും. സലഫികൾക്കുള്ളാണെങ്കിൽ സലാം പറയലും കാര്യത്തിലൊക്കെ നമ്മൾ സുന്നത്ത് വെക്കില്ല. അങ്ങനെ അവരുടെ കുത്തകയാക്കി മാറ്റുന്നതന്നെ നമ്മുടെ ഏറ്റവും വലിയ ദുർബലത. അത് നമ്മുടെ സുന്നത്തായി മാറ്റണം. നമ്മളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ശരിയായ സുന്നത്തിന്റെ ഉടമകൾ. ഞാനിപ്പോൾ പറഞ്ഞാൽ അതങ്ങനെ ഒരു സമയം കൊണ്ട് പോയിട്ട് ഞങ്ങളുടെ തർക്കമില്ല. സലാം പറയണം. സ്വന്തം ഉമ്മാക്ക് ഫോൺ ചെയ്യുമ്പോൾ സലാം പറയണം. ഉപ്പാക്ക് ഫോൺ ചെയ്യുമ്പോൾ സലാം പറയണം. ഭാര്യക്ക് വിളിക്കുമ്പോൾ സലാം പറയണം. ഭാര്യ ഭർത്താവിനെ വിളിക്കുമ്പോൾ സലാം പറയണം. ഇരിക്കട്ടെ, അങ്ങനെ സലാം, എല്ലാവർക്കും സലാം. സലാം കുട്ടികളത് കേട്ടുപഠിക്കണം. ഉമ്മ ഉപ്പാനോട് സലാം പറയുന്നത് കേട്ടിട്ടാണ് കുട്ടി ഉപ്പാക്ക് സലാം പറയേണ്ടത്. റഹ്മുർ-റഹീമായ റബ്ബ് നമ്മുടെ മക്കൾക്കും കുടുംബത്തിനുമെല്ലാം അങ്ങനെയുള്ള ചിട്ടകളും മര്യാദകളും അല്ലാഹു ശരിക്കും പഠിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അതിന്റെ തൗഫീഖ് നമുക്കല്ലാഹു നൽകുമാറാകട്ടെ. മൂന്നാമത്തെ കാര്യം, ആളുകൾ ഉറങ്ങുന്ന സമയത്ത് നിസ്കരിച്ചു. കണ്ടില്ലേ, അശ്രദ്ധയുടെ സമയത്തുള്ള ഇബാദത്ത്. ആളുകൾ ഉറങ്ങുന്ന സമയത്ത് നമസ്കാരം. അതുവരെ എനിക്കൊരു പവറുള്ളതാണ്. ആളുകൾ ഉറങ്ങുന്ന, അല്ലാഹു തആല പറയുന്നത് അങ്ങനെ, അശൈര്യം. അവൻ നിസ്കരിച്ചു, വന്നാസുനിയ, ജനങ്ങളെല്ലാം ഉറങ്ങുകയാണ്. ജനങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നമസ്കാരം. അത് നിസ്കാരം മാത്രമല്ല, ജനങ്ങളാരെ സഹകരിക്കാത്ത, ഒറ്റപ്പെട്ടുകൊണ്ട് നമ്മൾക്ക് മാത്രം ചെയ്യേണ്ടി വരുന്ന ചില കർമ്മങ്ങളുണ്ടെങ്കിൽ ആ കർമ്മങ്ങൾക്കൊക്കെ വലിയ വാല്യൂ ഇസ്ലാം കൽപ്പിച്ചു, വലിയ വാല്യൂഷൻ കൽപ്പിച്ചു. സുബ്ഹാനല്ലാഹ്. അല്ലൈലുദാജിൻ വൽ ഉസാതു നിയമു വൽ ആരിഫുന ലദൽ ജലീലി ഖിയാമു. രാത്രി നോമ്പുള്ള സമയത്ത്, ദോഷികളെല്ലാം ഉറങ്ങുന്ന സമയത്ത് അല്ലാഹുവിന്റെ അരിഫീങ്ങളെല്ലാം ജലീലായ അല്ലാഹുവിന്റെ മുമ്പിൽ നിന്ന് നിസ്കരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് നിസ്കരിക്കുന്നറിയോ? അവർക്ക് ബഹുമാനം കിട്ടാൻ വേണ്ടിയാണ്. ഏത് ബഹുമാനം? അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അവഗണിക്കുന്ന ആളുകൾക്ക് ഇടയിൽ നിന്ന് ഇവന് പ്രത്യേകമായ പരിഗണന കൊടുക്കും. കാരണം അല്ലാഹുവിനെ എല്ലാവരും അവഗണിച്ചപ്പോൾ ഇവൻ അല്ലാഹുവിനെ പരിഗണിച്ചു. ആ പരിഗണിച്ചു എന്ന കാരണം കൊണ്ട് അല്ലാഹു തആല ശക്കൂറാണല്ലോ. ചെറുത്ത് ചെയ്താൽ തന്നെ വലിയ നന്ദി ചെയ്യുന്ന ആളാണ് അല്ലാഹു. അതുകൊണ്ട് അല്ലാഹു തആല ഇവരെയും ബഹുമാനിക്കും. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. നോമ്പ് നോൽക്കുന്ന ഒരു മനുഷ്യൻ, ഇപ്പോൾ നമ്മൾ നോമ്പുകാരാണ്, ട്രെയിനിലോ ബസ്സിലോ യാത്ര പോവുകയാണ്, അല്ലെങ്കിൽ വിമാനത്തിൽ യാത്ര പോവുകയാണ്, അല്ലെങ്കിൽ അങ്ങാടികൾ നിൽക്കുകയാണ്. ആ സമയത്ത് നോമ്പ് നോൽക്കാത്ത കക്ഷികളുണ്ടാകും. ആ നോമ്പ് നോൽക്കാത്ത കക്ഷികൾ മുസ്ലിമീങ്ങളെന്നേക്കൊന്നുമില്ല, അമുസ്ലിമീങ്ങളാണെങ്കിലും അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നോമ്പുകാരൻ നോമ്പ് നിലനിർത്തിക്കൊണ്ട് നിന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന ഹദീസിൽ കാണാൻ കഴിയും. ഇന്ന് ശബ്ദം കേൾക്കുന്ന മനസ്സിലെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് ധാരാളം ചാൻസുകൾ അങ്ങനെ കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് അതാ പറയുന്നു, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പ്രാതൽ കഴിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിൽ
അവിടുത്തെ ശിഷ്യനായ പള്ളിയിലെ ബാങ്ക് വിളിക്കുന്നവരുമായ ബഹുമാനപ്പെട്ട സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ വന്നപ്പോൾ അൽ ബിലാൽ യാ ബിലാൽ അൽ ഹിദാ, ബിലാലെ ഭക്ഷണം കഴിക്കുക, പ്രാതൽ കഴിക്കാൻ പറഞ്ഞ് വിളിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു നോമ്പുകാരനാണ്. ഇതിന് സുന്നത്ത് നോമ്പ്, ഇനി സ്വാഇമുൻ, ഞാൻ നോമ്പുകാരനാണ് നബിയെ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്താണെന്നറിയോ? ബിലാലെ, എന്നാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ നിനക്ക് സ്വർഗത്തിലുണ്ടാവും ഭക്ഷണം. ഒരു കാര്യം പറയാനുണ്ട്, യാ ബിലാൽ, ഇന്ന സ്വാഇമ തുസബ്ബിഹു ഇമാമുഹു വതസ്തഗ്ഫിറു ലഹു മലായികതു മാ ഉക്കില ഇൻദഹു. ബിലാലെ, നിശ്ചയമായും നോമ്പുകാരന്റെ എല്ലുകൾ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അവന് വേണ്ടി മലക്കുകൾ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. എപ്പോൾ? മാ ഉക്കില ഇൻദഹു, അവന്റെ അരികിൽ വെച്ച് മറ്റുള്ളവർ ആഹരിച്ചുകൊണ്ടിരിക്കുമ്പോൾ. മറ്റുള്ളവർ അവഗണിച്ചപ്പോൾ നോമ്പ് നോൽക്കാൻ കടപ്പെട്ടവരാണ് ഇവിടെയുള്ള കാഫിരീങ്ങളും നമ്മളെപ്പോലെ നോമ്പ് നോൽക്കാൻ കടപ്പെട്ടവരാണ്. അതുകൊണ്ടാണല്ലോ കാഫിരീങ്ങളെ നമ്മൾ ജോലിക്ക് വിളിച്ചാൽ പോലും നോമ്പിന്റെ സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല. 10 മിനിറ്റ് നോക്കിയാൽ കാര്യങ്ങളെല്ലാം പോകും. അതെല്ലാ വിഷയം അങ്ങനെ തന്നെയാണ്. നോമ്പുകാരന്റെ സമയത്ത് എന്ന് മാത്രമല്ല, അമുസ്ലിമീങ്ങളോടും ഇസ്ലാമും നമുക്ക് കടപ്പെട്ട കാര്യങ്ങളെല്ലാം അവർക്കും കടപ്പെട്ടിട്ടുണ്ട്. അമുസ്ലിമീങ്ങൾക്കുള്ള ശിക്ഷ വെറും ഈമാൻ കൊള്ളാത്തതിന്റെ പേരിൽ മാത്രമല്ല, നിസ്കരിക്കാത്തതിന് ഓരോന്നിനും പ്രത്യേകം ശിക്ഷ ഉണ്ടായിരിക്കുമെന്നാണ്. എല്ലാം ഒന്നിച്ചനുഭവിച്ചാൽ മതി എന്ന ഇവിടുത്തെ കണക്കും അവിടെ ഉണ്ടാവില്ല. എല്ലാം പ്രത്യേകം തന്നെ അനുഭവിക്കണം, ഒന്നിച്ച് നേടാം. പക്ഷേ എല്ലാം സെപ്പറേറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അള്ളാഹു തആല നമുക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് ഒരുപാട് വിഷയങ്ങളുണ്ട്. അറക്കാതെ ചത്തുപോയി, വാഹനത്തിന്റെ അടി പെട്ടുപോയി, ഇനി നമുക്കത് തിന്നാൻ പറ്റില്ല, അങ്ങനെ അടുത്തുള്ള ശാന്തേച്ചിക്ക് കൊടുത്താലെന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റില്ല. എന്താ കാരണം? നമുക്ക് ആ മാംസം തിന്നാൻ പറ്റില്ല, അത് അവൾക്കും കൊടുക്കാൻ പാടില്ല. അമുസ്ലിമീങ്ങൾക്ക് നമുക്ക് കഴിക്കാൻ പാടില്ല, മുസ്ലിങ്ങൾക്കും കൊടുക്കാൻ പാടില്ല. കോഴി എന്ന് മാത്രം, ചത്ത കോഴി എന്ന് മാത്രമല്ല, ജീവനുള്ള കോഴിയെ തന്നെ അവർ കൊണ്ടുപോയാൽ അറക്കാതെ അതിനെ ഒന്ന് തിന്നുകളയും എന്ന് കണ്ടാൽ വിൽക്കൽ ഹറാമാണ്. 10 മണിയിൽ കാണാം, വിൽക്കാൻ പാടില്ല. അത്ര കണ്ട് ഇസ്ലാമിന്റെ നിയമം ഇരിക്കട്ടെ. പക്ഷേ അങ്ങനെയുള്ളവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് നോക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഈ റമദാനിൽ തന്നെ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ടു, അടുത്തുള്ളവർക്ക് കടല വാങ്ങി തിന്നുന്നുണ്ട്. ചെമ്മൂർ അറിഞ്ഞുള്ളൂ എനിക്കറിയാം. ഏതായാലും കടല വയ്ക്കുന്നു. ഞാനിങ്ങനെ മനസ്സിൽ ഈ ഹദീസ് ഇങ്ങനെ ഓർത്തു, ഈ ഹദീസ് നല്ലപോലെ ഞാൻ ഓർത്തു. കാരണം ഇതിങ്ങനെ കിട്ടാൻ നമുക്ക് വേണ്ടി എല്ലുകൾ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കും, മലക്കുകൾ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കും, അള്ളാഹുവോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, കുറുക്കൾ പേരുകൊണ്ടിരിക്കും. നല്ല ചാൻസ് അല്ലേ? സുന്നത്ത് നോമ്പ് നോക്കുമ്പോൾ ചിലപ്പോൾ ആ ചാൻസ് നല്ലോണം കിട്ടും. സുന്നത്ത് നോമ്പ് നോക്കാണ്ട് ചാൻസ് ആദ്യം കിട്ടണം, നല്ല ഈ ചാൻസ് കിട്ടും. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിച്ചതിനെ അവഗണിക്കുന്നവരുടെ മുമ്പിൽ വെച്ച് അല്ലാഹുവിനെ പരിഗണിച്ചാൽ കിട്ടുന്ന കൂലികളുടെ ഒരു സാമ്പിളാണ്. ഇനി നിങ്ങൾ നോക്കൂ, എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, ഇന്ന് മുതൽ തന്നെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണേ. ഞാൻ പറയുന്നത് കേൾക്കൂ. രണ്ടാമത്തത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ദഖല സൂഖ, ഒരാൾ അങ്ങാടിയിൽ പ്രവേശിച്ചാൽ, ഫഖാല, എന്നിട്ട് അയാൾ പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ അങ്ങാടിയിൽ വെച്ച് ഒരു തവണയെങ്ങാനും ഒരു മനുഷ്യൻ ചൊല്ലിയാൽ എത്രയാണ് അയാൾക്ക് കിട്ടുന്ന ഓഫർ? ആ ദിക്ർ ഒന്നുകൂടെ എന്റെ ശബ്ദം കേൾക്കുന്നവർക്കൊന്ന് പറഞ്ഞിട്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് ഒരു വട്ടമെങ്ങാനും അങ്ങാടിയിൽ വെച്ചൊരാൾ പറഞ്ഞാൽ
കതബല്ലാഹു ലഹു അൽഫ ഹസനാ, 10 ലക്ഷം നന്മകൾ അവന്റെ റെക്കോർഡിൽ അല്ലാഹു എഴുതി വെക്കും. 10 ലക്ഷം. വമഹാ അൻഹു അൽഫ സയ്യിആ, 10 ലക്ഷം തിന്മകളെ അയാളുടെ ഏറിൽ നിന്ന് മായ്ച്ചു കളയും. വറഫഅ ലഹു അൽഫ ദറജാ, 10 ലക്ഷം പദവികൾ അല്ലാഹു തആല അവനെ ഉയർത്തും. നിങ്ങൾ നോക്കണത് ചില്ലറ വിഷയമല്ല. ഇത് റമളാൻ മാസമല്ല, സാധാരണ മാസങ്ങളിൽ ചെയ്താലുള്ളതാ പറയുന്നത്. റമളാൻ മാസമാകുമ്പോ പിന്നെ ഞാനല്ലോ തസ്ബീഹത്തുൻ ഫീ റമളാൻ അൽഫ് തസ്ബീഹത്തിൻ ഫീ സാഇർ ശഹർ. റമളാൻ മാസത്തിൽ ഒരു തസ്ബീഹ് ചൊല്ലിയാൽ മറ്റു മാസങ്ങളിൽ 1000 തസ്ബീഹ് ചൊല്ലുന്നതിന്റെ സ്ഥാനം. തഹ്ലീലും അതേപോലെ. അപ്പോൾ റമളാൻ മാസത്തിലാണെങ്കിൽ ഈ 10 ലക്ഷത്തിന് നമ്മൾ എത്ര കൊണ്ടാ പിരിക്കേണ്ടി വരുന്നത് നടക്കുന്നത്? എവിടപ്പുറത്ത് എത്തുക? അല്ലാഹു കരീമെന്ന് എനിക്ക് അത് രക്ഷയില്ല. അല്ലാഹു റഹീമ, ഇഷ്ടംപോലെ വായിക്കോരി ചൊല്ലിയിരുന്നുണ്ട്. ഇതൊന്നും കാണാതെ നരകം കൊടുക്കുന്നവർക്ക് നരകം കൊടുക്കുള്ളൂ. ഇതൊന്നും വേണ്ടാതെ തീരുമാനിക്കുന്ന ആളുകൾക്കുള്ളതാണ് നരകം. അല്ലാഹു തആല നരകത്തിൽ നിന്ന് പേരി എന്ന് പറഞ്ഞിട്ട് വിളിച്ചാണ് നരകം ഉണ്ടാക്കിയില്ല. അതേസമയത്ത് സ്വർഗം ഉണ്ടാക്കിയിട്ട് അല്ലാഹു തആല വിളിച്ചു. കണ്ടില്ലേ? സ്വർഗത്തിലേക്കുള്ള ക്ഷണിച്ചു, നരകം ഉണ്ടാക്കി വെച്ചത് ശരിയാണ്. പക്ഷെ നിങ്ങൾ ആരും വരേണ്ട ആവശ്യമില്ല. അല്ലാഹു തആല എങ്ങനെയാണ് പറഞ്ഞത്? പക്ഷേ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് വരണം എന്നല്ലാഹു പറയുകയും ചെയ്തു. താല്പര്യമുള്ള ആളുകൾക്ക് ഇതാ അല്ലാഹു തആല വാരിക്കോരി ചൊല്ലി കൊടുക്കുന്നു. മഹാനായ തുർമുദി ഇമാം ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞതെന്താണ്? ഇസ്നാദുഹു ഹസനുൻ, ഇതിന്റെ പരമ്പര നല്ല ശരിയായ പരമ്പരയാണ്. ഹാക്കിം റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ പറഞ്ഞു സഹീഹുൽ ഇസ്നാദ്, ഈ പരമ്പര വളരെ സഹീഹാണ്, ശരിയായ പരമ്പരയാണ്. ആ ശരിയായ പരമ്പരയിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണുന്നു, അങ്ങാടിയിൽ വെച്ച്, കവലകളിൽ വെച്ച്, ടൗണുകളിൽ വെച്ച്, ചന്തകളിൽ വെച്ച് ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ ചൊല്ലിയാൽ 10 ലക്ഷം നന്മകൾ അവന്റെ റിക്കാർഡിൽ, 10 ലക്ഷം തിന്മകൾ ഡിലീറ്റ്, 10 ലക്ഷം പദവികൾ എഴുതപ്പെടുന്നു. എന്തൊരു പ്രമോഷനാണ്, എന്തൊരു ബഹുമതിയാണ് സഹോദരന്മാരെ! എന്താ കാരണമെന്നറിയോ? അങ്ങാടി എന്ന് പറയുന്നത് എല്ലാവരാലും അല്ലാഹുവിന്റെ നന്മകളിൽ നിന്ന് പരമാവധി അകലുന്ന സ്ഥലമാണ്. എങ്ങനെയാണ് നന്മകളിൽ നിന്ന് അകന്നു പോകുന്നത്? അവിടെ കച്ചവട തിരക്കാണ്, ദുനിയാവിന്റെ തിരക്കുകളാണ്. അതിൽ തന്നെ പലവിധ ഇസ്ലാം അനുവദിക്കാത്ത നിലക്കുള്ള കച്ചവടങ്ങളും സ്വഭാവങ്ങളും നിറയെ ഉണ്ടാകും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, എന്ത് അഹബ്ബുൽ ബിഖാഇ ഇലല്ലാഹി അൽ മസാജിദ് വഅബ്ഗളുഹാ അൽ അസ്വാഖ്. സ്ഥലങ്ങളിൽ വെച്ച് അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളികളും, സ്ഥലങ്ങളിൽ വെച്ച് അല്ലാഹുവിനെ ഏറ്റവും വെറുപ്പുള്ള സ്ഥലവും കവലകളുമാണെന്ന് പറയാനുള്ള കാരണം അതാണ്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ള ആ ഒരു അങ്ങാടിയിൽ വെച്ച് അല്ലാഹുവിന്റെ ഏറ്റവും വിശേഷപ്പെട്ട ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്നുള്ളത്. അതുകൊണ്ട് അത് ചെല്ലിയാൽ ആ ബഹുമതി കിട്ടുന്നതാണ്. ഈ ഒറ്റ കാരണം കൊണ്ട് ബഹുമാനപ്പെട്ട ഖുതൈബ റളിയല്ലാഹു അൻഹു അങ്ങാടിയിലേക്ക് ഇത് ചെല്ലാൻ വേണ്ടി മാത്രം പോകുമായിരുന്നു. ഇത് ചെല്ലാൻ വേണ്ടി മാത്രം പോകും. കാരണം ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ആരാ പോകാതിരിക്കുക? ഇത് ഭയങ്കര കൊയ്ത്താണ്. ആരും കൊയ്ത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അങ്ങനെയുള്ള ഭാഗ്യങ്ങളെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിന്റെ പൊരുത്തം വാങ്ങാനുള്ള ഭാഗ്യം അർഹമുർ റഹീമിനായ റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരുപാട് ഉണ്ട്. അതൊക്കെ പറഞ്ഞാൽ സമയമില്ലാതെ കൊണ്ടുപോകും. ഞാൻ പറയാം, ഒറ്റ ഹദീസ് കൂടെ ഞാൻ വായിക്കുന്നു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്തരം ആളുകളെ അവഗണനയുടെ സമയത്ത്, അശ്രദ്ധയുടെ സമയത്ത്, എല്ലാവരും അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് ഇബാദത്തെടുത്താലുള്ള പ്രതിഫലം പറഞ്ഞു ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പെട്ട ഒന്നാണ് രാത്രിയിലുള്ള നിസ്കാരം. അത് മറ്റുള്ളവർ ഉറങ്ങുന്ന സമയത്തുള്ള നിസ്കാരമാണ്. മറ്റുള്ളവർ
നോമ്പ് നിൽക്കാത്ത സമയത്ത് നോമ്പ് നോക്കി ഇതൊക്കെ വല്ലാത്ത ബഹുമതിയാണ്. മറ്റുള്ളവർ ചെയ്തില്ല, ഞാൻ ചെയ്തു, അത് വല്ലാത്ത ബഹുമതിയാണ്. നിങ്ങൾ നോക്കി ഒരു ഹദീസ് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാൻ കേട്ടു. ഇന്ന ഫിൽ ജന്നത്തി ലശജറതൻ, നിശ്ചയമായും സ്വർഗ്ഗത്തിൽ ഒരു വൃക്ഷമുണ്ട്. യഖ്റുജു മിൻ ആലാഹാ ഹുലൽ, അതിന്റെ മുകൾ ഭാഗത്ത് നിന്ന് നല്ല നല്ല വസ്ത്രങ്ങൾ. വമിൻ അസ്ഫലിഹാ ഖൈലുൻ, അതിന്റെ താഴ്ഭാഗത്ത് നിന്ന് നല്ല കുതിരകൾ. മിൻ ദഹബിൻ, നല്ല സ്വർണ്ണത്തിനാലുള്ള സ്വർണ്ണക്കുതിര. മുസറജത്തുൻ മുൽജമത്തുൻ മിൻ ദുർരിൻ വയാഖൂത്ത്, അല്ലാഹ്, ആ കുതിരയുടെ മേലുള്ള വിരിപ്പുകൾ നല്ല മുത്തിനാലുള്ള, അതിന്റെ കടിഞ്ഞാണുകൾ സുബ്ഹാനല്ലാഹ് നല്ല മാണിക്യത്താറുള്ള, അങ്ങനെ മാണിക്യവും മുത്തുകളും കൊണ്ട് കടിഞ്ഞാണ് അതിന്റെ ഫിറ്റിംഗ്സുകളൊക്കെ, എക്സ്ട്രാ ഫിറ്റിംഗ്സുകളൊക്കെ അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്, ലാ തറൂഖു വലാ തബൂൽ, ആ കുതിര കാഷ്ടിക്കുകയില്ല, മോഷ്ടിക്കുകയില്ല. ലഹാ അജ്നിഹത്തുൻ, ആ കുതിരകൾക്ക് നല്ല ചരലുകളുണ്ട്, ചരലുകളുള്ള കുതിരകളാണ്. ഖതുഹാ മദ്ദൽ ബസർ, ആ കുതിര ഒരു ചവിട്ടടി നടക്കുക എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ചവിട്ടി നടക്കാന്ന് പറഞ്ഞാൽ അതിനൊരു കണക്കുണ്ട് അല്ലേ? പിന്നെ ലോങ് ജമ്പുകാർക്കൊക്കെ പിന്നെ ഒരു ചവിട്ടടി എന്ന് കുറച്ചുകൊണ്ടുണ്ടാവും. പക്ഷേ നമ്മുടെ ഈ സ്വർഗത്തിലെ കുതിരയുടെ ചവിട്ടടിയൊക്കെയാണ് മദ്ദൽ ബസർ, കാഴ്ചയുടെ ഉള്ളതാണ്. ഒരു മനുഷ്യൻ നോക്കിയാൽ എത്തുന്ന ദൂരത്തെയാണോ അത്രയും ദൂരത്തേക്ക് പായാൻ കഴിയും. ഭയങ്കര പറക്കലാ. ജന്നത്തി, ആ വാഹനത്തിന്റെ മുകളിൽ യാത്ര ചെയ്യുന്ന ഭാഗ്യശാലികൾ സ്വർഗക്കാരാ. സ്വർഗത്തിൽ ഇങ്ങനെ സവാരി ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. കാരണം കാണുന്നത് മുഴുവനും സന്തോഷമാണ്, കേൾക്കുന്നത് മുഴുവനും സന്തോഷമാണ്, രുചിക്കുന്നത് മുഴുവനും സന്തോഷമാണ്, അനുഭവിക്കുന്നത് മുഴുവനും സന്തോഷമാണ്. റബ്ബേ, നിങ്ങൾക്ക് ആ ബാക്കി സ്വർഗം നൽകണേ റഹ്മാനേ. അതുകൊണ്ട് സ്വർഗവാസികൾ എല്ലായിടത്തും കറങ്ങാൻ വേണ്ടി കൊതിക്കും. ആ കൊതിക്കുന്ന സമയത്ത് അവരെ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്ന പണിയാണ് ഈ കുതിര നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് അസ്ഫലമിന്നും ദറജതൻ, താഴെ പദവിയിൽ നിൽക്കുന്ന ആളുകളുണ്ടാകും. ഈ കുതിരയെ കിട്ടാൻ ഭാഗ്യം കിട്ടാത്ത താഴെ പദവിയിൽ നിൽക്കുന്ന സാധുക്കളുണ്ട്. ആ സാധുക്കളെ ചോദിക്കും, യാ റബ്ബി, ഞങ്ങളുടെ രക്ഷിതാവേ, ബിമ ബലഗ ഉബാദുക ഹാദിഹിൽ കറാമത കുല്ലഹാ, നിന്റെ ഈ കുതിര സവാരിക്കാരായ, ഈ അത്ഭുതകരമായ സഞ്ചാരികളായ ഈ പ്രശസ്തി കിട്ടിയിട്ടുള്ള നിന്റെ അടിമകൾ, ഇവർക്ക് ഇത്രയും വലിയ ബഹുമാനം കിട്ടാൻ മാത്രം അവരെന്താണ് ചെയ്തത്? എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രയും വലിയ പദവി കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് നിന്നുള്ള മറുപടി, ഖാലൂ യുസല്ലൂന ബില്ലൈലി വ കുൻതും തനാമൂൻ, അവർക്കുള്ള പ്രത്യേകത, നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് അവർ നിസ്കരിക്കാറുണ്ടായിരുന്നു. വഖാലൂ യസൂമൂന വ കുൻതും തഅകുലൂൻ, നിങ്ങൾ തിന്നുന്ന സമയത്ത്, നിങ്ങൾ ആഹരിക്കുന്ന സമയത്ത് അവർ നോമ്പ് നിൽക്കുന്നവരായിരുന്നു. വഖാലൂ യുഖാതിലൂൻ വ കുൻതും തജ്ബുനൂൻ, നിങ്ങൾ ഭീരുക്കളായ സമയത്ത് അവരിൽ യോദ്ധാക്കളായിരുന്നു, പോർക്കളത്തിൽ ഇറങ്ങിയവരായിരുന്നു. ഈ ബഹുമാനമാണ് അവർക്കുള്ളത്. സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനം കൊടുക്കുമെന്ന് മാത്രമല്ല, അവർക്ക് അല്ലാഹു തആല, അവരെ കൊണ്ടാണ് അല്ലാഹു തആല അഭിമാനം പറയുന്നത്. അഭിമാനം ഇവിടെ വെച്ച് തന്നെ പറയും. എന്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും ഒരു സഹോദരി ഇന്ന് രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിച്ചു നോക്ക്, നിന്നെക്കുറിച്ച് അവിടെ നമ്മളറിയാത്ത ലോകത്തൊരു ചർച്ച നടക്കുന്നുണ്ട്. ആരാണ് ചർച്ചയിലെ പാത്രങ്ങളാരാണ്? സുബ്ഹാനല്ലാഹ്, ചർച്ച നടത്തുന്നത് ആരാണ്? നമ്മളാരും വിചാരിച്ചവരല്ല. ഹദീസിൽ കാണാം, ഇന്നല്ലാഹ തആല യുദാഹി മലായികതഹു ബിൽ അബ്ദി ഇദാ ഖാമ യതഹജ്ജദു മിനൽ ലൈലി ഫിൽ ലൈലത്തിൽ ബാരിദാ. നല്ല തണുപ്പുള്ള പ്രതികൂലമായ കാലാവസ്ഥയിൽ പോലും എഴുന്നേറ്റുകൊണ്ട് രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളെ കാണുമ്പോൾ അല്ലാഹു തആല മലക്കുകളെ വിളിച്ചുകൊണ്ട് അഭിമാനം പറയും.
എന്താ പറയുന്നത്? ഉന്ദുറു ഇലാ അബ്ദി ഖറജ മിൻ തഹ്തിൽ ഹാതിഹി വതറക ദുനിയാ വംറഅത്തുൽ ഹസനാ യുനാജി ബികലാമി ഉഷ്ഹിദുകും അന്നീ ഖദ് അഫർതു ലഹു. എന്റെ അടിമയെ കുറിച്ചൊന്ന് നോക്കൂ മലക്കുകളെ, എന്റെ അടിമയെ നിങ്ങൾ കാണുന്നില്ലേ മലക്കുകളെ? അവൻ അവന്റെ പുതപ്പിന്റെ ഉള്ളിൽ നിന്നല്ലേ മൂടിപ്പതിച്ച് കിടന്നുറങ്ങിയിരിക്കുന്ന പുതപ്പിന്റെ ഉള്ളിൽ നിന്നും പുറത്തു കടന്നില്ലേ? അവന്റെ ദുനിയാവിന്റെ സുഖം അവൻ കൈവടിഞ്ഞില്ലേ? വംറഅത്തുൽ ഹസന, അവന്റെ അഴകുള്ളതായ പെൺകുട്ടിയെ അവൻ ഉപേക്ഷിച്ചില്ലേ? യുനാജി കലാമി, എന്റെ സംസാരം കൊണ്ട്, മുനാജാത്ത് എന്നോട് സംസാരിക്കാനുള്ള ഇഷ്ടം കൊണ്ടാണ്, എന്നോട് മുനാജാത്ത് നടത്താനുള്ള താല്പര്യം കൊണ്ടാണ് അവൻ ഇറങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് ഉഷ്ഹിദുകും അന്നീ ഖദ് ഗഫർതു ലഹു, ഞാനിതാ നിങ്ങൾക്ക് നിങ്ങളെ സാക്ഷിയാക്കുന്നു, ഞാൻ അയാളുടെ ദോഷങ്ങൾ പൂർത്തീകരിക്കുന്നു. കണ്ടില്ലേ? എല്ലാം ഒരുക്കി തയ്യാറാക്കി അവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. സ്വർഗത്തിലേക്കുള്ള എല്ലാം അവിടെ ഒരുക്കി വെച്ചുകൊണ്ട് അല്ലാഹു കാത്തിരിക്കുകയാണ്. അർഹമുർ റഹീമായ റബ്ബ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. രാത്രിയിൽ പാതിരാക്ക് ഉറക്കൊഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരാള് നമുക്ക് വേണ്ടി അവിടെ ഉണർന്നുകൊണ്ട് കാത്തിരിക്കുന്നുണ്ട്. അത് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതാരാണെന്നറിയോ? നാളെ വരാൻ പോകുന്ന ഭാഗ്യശാലികളായ ആളുകൾക്ക് വേണ്ടി അല്ലാഹു തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഏറ്റവും നല്ല സുവർണ്ണ താരങ്ങളാണ്. ടെന്റുകളിൽ, മണിയറകളിൽ പ്രത്യേകമായി ഒരുക്കി വെച്ചിട്ടുള്ള തരുണീമണികളായ പെൺകുട്ടികളാ. ആ പെൺകുട്ടികൾ ഉറപ്പിച്ച് കാത്തിരിക്കുകയാണ്. തന്റെ പ്രിയതമനതാ പാതിരാത്രിയിൽ ഉറപ്പിഞ്ഞുകൊണ്ട് നിസ്കരിക്കുകയാണ്. അവനെ ഒന്ന് പുണർന്നു കിട്ടാൻ താല്പര്യപ്പെട്ടുകൊണ്ട് കാത്തിരിക്കുന്നു. സമയം കുറവാണ്. ഞാൻ ഒറ്റ സംഭവം പറയാം. മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. മഹാനവറുകൾ രാത്രിയിൽ നിസ്കരിക്കുന്ന മഹാനാണ്. രാത്രിയിൽ ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കും. മഹാനവറുകൾ ആടി പിടിച്ചുകൊണ്ടുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കും, പഠിച്ചവനെ ഇലാഹി ഹൽവനും ഷൈബൽ മാലിക്കിൻ അലന്നാർ, ഇലാഹി കദാലിക്ക് സാക്കിനാൽ ജന്നത്തിൻ സാക്കിനാർ വയർവതിലേനി മാലിക്കും. പഠിച്ചവനെ ഈ മാലിക്കുകളുണ്ട് നരകാദിച്ച ഈ മുടിയെ, ഈ പാടിലോമത്തെ നരകത്തിന്റെ മേലിൽ നീ നിഷിദ്ധമാക്കണേ. സ്വർഗത്തിൽ താമസിക്കുന്ന ആളുകളും നരകത്തിൽ താമസിക്കുന്ന ആളുകളും ഉണ്ടെന്ന് നിനക്കറിയാമല്ലോ പഠിച്ചാനെ. ഞാൻ ഏതിൽ താമസിക്കുന്ന ആളാണ്? വായിൽ താറേനെ കാറ് മാലിക്കുമെന്ന് വീണാണ് ഇതിന്റെ പൊരാ. ഏത് പൊരയാണ് ഇത്? പറയുന്ന പണിയാണ്. നേരം വെളുപ്പോർ മുദ്ര പണിയതാ. തഹജ്ജുദ് നിസ്കരിക്കുക പണിയാ. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം മഹാനവറുകൾ ഉറങ്ങിപ്പോയി. ഉറങ്ങിയപ്പോൾ ഉറക്കത്തിൽ സ്വപ്നത്തിൽ അതാ ഒരു നല്ല പെൺകുട്ടിയെ കാണും. സുമുഖിയായ പെൺകുട്ടി. സുബ്ഹാനല്ലാഹ്. ആ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു കടലാസുണ്ട്. ആ കടലാസ് ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാറിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. കൊടുത്തിട്ട് ആ പെണ്ണ് ചോദിക്കുന്നു, ഹൽ അത്ഹസിനു അൻ തഖറഅ, വായിക്കാനറിയെങ്കിൽ വായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കടലാസ് ഇങ്ങോട്ട് കൊടുക്കുന്നു. മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ വായിച്ചു നോക്കിയപ്പോൾ സുന്ദരിയായ പെൺകുട്ടി, സുബ്ഹാനല്ലാഹ്, സ്വർഗത്തിലുള്ള സുന്ദരിയായ പെൺകുട്ടിയുടെ കഥ ഞാൻ പറയേണ്ടതില്ലല്ലോ. അവർക്കുള്ള മുന്തലിയന്തലങ്ങൾ കണ്ട് ജിബ്രീൽ പോലും അമ്പരന്നിട്ടുണ്ട്. മഹാനായ ശൈഖ് മക്കീ ഇബ്നു അസ്മദി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുമ്പോൾ കാണാൻ കഴിയും, ഞാൻ സ്വപ്നത്തിൽ ഒരു പെൺകുട്ടിയെ കണ്ടു.
ആ പെൺകുട്ടി എന്നോട് പറയുന്നു, മക്കീൻ എന്നവരെ, ഷെയ്ഖ് മക്കീൻ എന്നവരെ, അനലക്കാവ അന്തലി, ഞാൻ നിങ്ങൾക്കും നിങ്ങൾ എനിക്കും സ്വന്തമുള്ളതാട്ടോ, ഞാൻ നിങ്ങൾക്കും നിങ്ങൾ എനിക്കും സ്വന്തമുള്ളതാണ്, വേറെ ഒന്നുമില്ല, ഒറ്റ പറച്ചിലാണ്. അനലക്കാവ അന്തലി, എന്തൊരു ക്വാളിഫിക്കേഷനാണ് അതൊക്കെ. പക്ഷേ ഹൂർലീങ്ങളല്ലല്ലോ, അതിനേക്കാളും വലിയ യോഗ്യതയും ബഹുമാനമൊക്കെ അവിടെ വേറെ ഉണ്ട്. പക്ഷേ ദുർബലരായ സാധുക്കൾക്ക് അങ്ങനെയാണല്ലോ. ചെറിയ കുട്ടിക്ക് ഉന്നം കൊടുക്കുന്ന നമ്മളെ നമുക്ക് സ്വർഗത്തിലുള്ള മുമ്പിലും ബഹുമാനമൊക്കെ പറയുന്നത്. ചെറിയ കുട്ടിക്ക് ഉന്നം കൊടുക്കുന്ന സമയത്ത് അവർക്ക് നീ ചോറ് ഭക്ഷണം കഴിച്ചാൽ എനിക്ക് ഞാൻ ഒന്നും അവിടെ മുട്ടായി വാങ്ങിത്തരാം, അല്ലേ? ഒരു ചോക്ലേറ്റിന്റെ പേര് പറഞ്ഞിട്ട് ആ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാം. ശരിക്കും ഭക്ഷണം ശരിക്കും പ്രായപൂർത്തിക്കായ കുട്ടി വെപ്പം വെച്ചാൽ പിന്നെ ചോക്ലേറ്റിന് വേണ്ടി ആ ഭക്ഷണം കഴിക്കാം? അല്ല, ഭക്ഷണം കഴിച്ചാൽ വൈറ്റമിൻ കിട്ടും, അല്ലേ? കാൽസ്യം കിട്ടും, പോഷകങ്ങൾ കിട്ടും. ആ പോഷകങ്ങളുടെ ആധിക്യങ്ങൾ വിചാരിച്ചിട്ടും അതിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുക. നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്ന മിഠായി വിചാരിച്ചിട്ടാണ്? അല്ല, ഭക്ഷണം കഴിക്കുന്ന എന്തിനാ? ആ ഭക്ഷണം കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ കരുതിയിട്ടാണ്. പക്ഷെ കുട്ടികളെ ഭക്ഷണം കഴിക്കുന്നതോ, കുട്ടികളെ ഭക്ഷണം കഴിക്കുന്നത് മോനെ ഭക്ഷണം കഴിക്കടാ, എനിക്ക് മിഠായി തരാം, ഉമ്മ കെഞ്ചി പറയാം. എന്നാലും അങ്ങനത്തെ കരാറുണ്ടെങ്കിൽ കഴിക്കാം, കുട്ടിക്ക് താല്പര്യമില്ല. ഇതേപോലെയാണ് സ്വർഗത്തിന്റെ പഴങ്ങളെ, ഫ്രൂട്ട്സുകളെ, ഹൂർലിങ്ങളെ കാണിച്ചുകൊണ്ടാണ് നമ്മെ അല്ലാഹു തആല വിളിക്കുന്നത്. പക്ഷേ നമ്മുടെ ഇവിടെ നിന്ന് പടി കടന്നു പോയാൽ ആരിഫീങ്ങളും ഔലിയാക്കളും സ്വർഗത്തിലെ മുന്തിരിക്കൊല കണ്ടിട്ടല്ല, അവർ സ്വർഗത്തിലെ മുന്തിരിക്കൊല കണ്ടിട്ടല്ല, ഹൂർലിങ്ങളെ കണ്ടിട്ടല്ല, അവർക്ക് അല്ലാഹുവിനെ കാണണം. അവർക്ക് വേണ്ടി അല്ലാഹു പറഞ്ഞു, വമയ്യർജു ലിഖാ റബ്ബി ഫൽയഅമൽ അമലൻ സ്വാലിഹാ. ഇങ്ങനെ എല്ലാവർക്കും പറ്റിയത് ഖുർആനിൽ ഇരിക്കട്ടെ. മഹാനായ മക്കീനുദ്ദീൻ അസ്മരി റളിയല്ലാഹു അൻഹുവിനോട് സ്വപ്നത്തിൽ പെൺകുട്ടി വന്നുകൊണ്ട് പറഞ്ഞപ്പോൾ അനലക്കാവാൻ തലി, ഞാൻ നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾ എനിക്കുമുള്ളതാണ് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ശൈഖ് അവറുകൾ പറയുന്നു, ഫബഖീതു നഹവ ശറൈനി ഔ തലാഫത അശ്ഹുരിൻ ലാ അസ്തതിഉ അൻ അസ്മാഅ മഖ്ലൂഖിൻ കലാമാ ഇല്ലാ തഖയ്യഅതു ബി അദിൽ ഖീബി കലാമിഹാ. ആ സ്വപ്നത്തിൽ ആ പെൺകുട്ടിയുടെ സംസാരം കേട്ടത് മുതൽ 2 മാസമോ 3 മാസമോ എനിക്ക് മനുഷ്യന്മാരോട് സംസാരിക്കാൻ കഴിയുന്നില്ല. ആ പെൺകുട്ടിയുടെ സൗന്ദര്യത്തിന്റെ, അവളുടെ ആ സംസാരത്തിന്റെ മാധുര്യത്തിൽ അധിഷ്ഠിയായി പോകുന്നത് ഏതൊരാളോട് സംസാരിക്കുമ്പോഴേക്കും ഞാൻ ഛർദ്ദിച്ചു പോകുന്നു, ഇല്ലാത്ത കയ്യ ഞാൻ ഛർദ്ദിച്ചു പോകുന്നു. അതലിത്തീതി കലാമിഹ, ആ സ്വർഗവതിയുടെ സംസാരത്തിന്റെ രസമാണ്. അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയാണ് മാർക്കിന്റെ കയ്യിൽ വായിക്കാൻ അറിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് കത്ത് കൊടുക്കുന്നത്. അപ്പം സാധാരണ എഴുന്നേൽക്കാറുള്ള മാർക്കിനാറിയാഹു ഒരു ദിവസം എഴുന്നേൽക്കാഞ്ഞപ്പോൾ പെൺകുട്ടി വന്നുകൊണ്ട് സ്വപ്നത്തിൽ കത്ത് കൊടുത്തതാ. വർക്കുന്ന എഴുന്നേറ്റ് നോക്കുമ്പോ കത്ത് കയ്യിലുണ്ട്. ബഹുമാനപ്പെട്ടവർ നോക്കുമ്പോൾ അതിൽ 2-3 വരികളാണ്. فنبه من منامك إن خيرا من النوم تهجد بالقرآن. എടോ മാലിക്കേ, ദുനിയാവിലുള്ള കൊതികളും രസങ്ങളും നല്ല നല്ല പരിമീനികളായ സ്വർഗത്തിലുള്ള വെളുകളുടെ സുന്ദരികളെ തൊട്ട് നിന്നെ മറപ്പിച്ചു കളഞ്ഞോ. മരണമില്ലാതെ ജീവിക്കാൻ പറ്റുന്ന സ്വർഗലോകം മറന്നുപോയോ?
വതൽഹി ജിനാനി മഅൽ ഹിസാനി. സൗന്ദര്യത്തിന്റെ കൊടുകൊടുകളോടുകൂടെ കളിക്കാൻ പറ്റുന്ന ലോകമെന്ന് മറന്നോ. തനബ്ബഹ മിൻ മനാമിക ഇന്ന ഖൈറാ മിനൻ നൗമി തഹജ്ജുദു ബിൽ ഖുർആൻ. നിന്റെ ഉറക്കിനേക്കാൾ എത്രയോ നല്ലതല്ലേ രാത്രി ഖുർആൻ തഹജ്ജുദ് നിസ്കരിക്കാനുള്ളത്. അത് എഴുന്നേൽക്കുന്നു എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിച്ചു. സുബ്ഹാനല്ലാഹ്, ഞാൻ ഇന്നിവിടെ നിർത്താം. ഉച്ചയ്ക്ക് ഇസ്തിഗ്ഫാർ ചെല്ലാനുള്ള സമയം കുട്ടികൾക്കും വേണം. ഇന്നത്തെ സമയം അങ്ങനെയാണ്. നമ്മുടെ ക്ലാസ് റൂമിലുള്ള സഹോദരന്മാർക്ക് ബഹുമാനപ്പെട്ട പേരൂർ ഉസ്താദിന്റെ പ്രഭാഷണം ഉണ്ടായതുകൊണ്ട് നമ്മുടെ പ്രഭാഷണത്തിന്റെ തുടക്കം നമ്മൾ കുറച്ച് ലൈലത്തുൽ ഖദറിനെ കുറിച്ചും അതുപോലെ അശ്റുൽ ആഖിറിനെ കുറിച്ച് അവസാന 10 ദിനരാത്രങ്ങളെ കുറിച്ചൊക്കെ ചെറിയ നിലക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഖിയാമുൽ ലൈൽ ഇന്ന് കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി രാത്രിയിൽ അല്ലാഹു തആലയുടെ പാതിരാ സമയത്ത് ദുനിയാവിനെ കുറിച്ചും ഖിയാമുൽ ലൈൽ എന്തുകൊണ്ട് മനുഷ്യന് സാധിക്കുന്നില്ല, അതിന്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്, ഖിയാമുൽ ലൈലിന് ചാൻസ് കിട്ടാൻ എന്തെങ്കിലും വഴികളുണ്ടോ, ഈ വഴികളൊക്കെ ഇൻഷാ അല്ലാഹ് സൗകര്യപ്പെട്ടാൽ നാളെ നമുക്ക് സംസാരിക്കണം. മറ്റ് പ്രോഗ്രാമുകളും മറ്റും ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ലൈവ് നമുക്ക് ക്ലാസ് റൂമിൽ കുറിച്ച് സംസാരിക്കണം. അർഹമുർ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ദിവസങ്ങൾ വളരെ കുറവാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട പല വിഷയങ്ങളും ബാക്കി കിടപ്പാണ്. അർഹമുർ റബ്ബ് നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി തരുമാറാകട്ടെ. നേരത്തെ ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ മുഹൂർത്തം വല്ലാത്തൊരു മുഹൂർത്തമാണ്. ബഹുമാനപ്പെട്ട മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായോട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവിടുത്തെ പ്രിയപ്പെട്ട വൃത്തി വീട്ടുകാരിയോട് മോളെ നോക്ക്, സൂര്യൻ പടിഞ്ഞാറോട്ട് ചായുന്നുണ്ടോ എന്ന് നോക്ക് എന്ന് പ്രത്യേകമായി പറഞ്ഞയച്ചു. കാലത്ത് ഫാത്തിമത്തു ബിൻതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുറായി ദാലിക്കൽ വഖത വതഉമറു ഖാദിമഹാ അൻ യൻദുറ ഇല ശംസ്. ഖാദിമത്താകുന്ന ഖാദിമിനോട്, വീട്ടിലെ സേവകനോട് കൽപ്പിക്കും, സൂര്യനെ ഒന്ന് നോക്ക്, സൂര്യൻ താഴോട്ട് ചാഞ്ഞ് അസ്തമയത്തോട് അടുത്തിട്ടുണ്ടോ എന്ന് നോക്ക്. എന്തിനാണ്? അപ്പോൾ ആ സമയത്തെ പ്രത്യേകം പ്രതീക്ഷിച്ചുകൊണ്ട് മഹദി കാത്തിരിക്കുകയാണ്. ആ സമയമായാൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ മഹദി ഇസ്തിഗ്ഫാറിലും ദുആയിലും കഴിയുകയാണ്. എന്താണ് കാരണം? ആ വിഷയത്തിൽ തന്റെ പിതാവ് ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞൊരു ഹദീസിന്റെ പിൻബലമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് മഹദി ആ സമയം വെള്ളിയാഴ്ച ദിവസത്തിൽ പ്രത്യേകമായി പ്രതീക്ഷിക്കപ്പെടാൻ പറ്റുന്ന സമയമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സമയത്തെ പരിഗണിക്കാറുള്ളത്. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ മോമിനീങ്ങളും വിദേശ രാജ്യങ്ങളിലുള്ളവർ കുറച്ചുകൂടെ അവരുടെ സമയമായാൽ വൈകുന്നേര സമയം പ്രത്യേകമായി പരിഗണിക്കണം, പ്രത്യേകമായി ദുആ ചെയ്യണം. പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച എന്നുള്ള പ്രത്യേകതയ്ക്ക് പുറമെ സുബ്ഹാനല്ലാഹ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷയുള്ള സമയങ്ങൾ സ്വാഗതം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാൻ നേരത്തെ ഇവിടെ വായിക്കുകയുണ്ടായി, ലൈലത്തുൽ ഖദറിന്റെ രാവാണെന്ന് തോന്നുന്ന അങ്ങനെയുള്ള പ്രതീക്ഷയുള്ള രാവുകളിൽ ഒറ്റപ്പെട്ട രാവുകളിൽ പ്രത്യേകിച്ച് നല്ല വസ്ത്രങ്ങളാണ്, നല്ല സുഗന്ധം പൂശി ഇശാമഗ്രിബിന്റെ ഇടയിൽ കുളിച്ച് പള്ളിയിലേക്ക് പോകേണ്ടവർ അങ്ങനെ പോവുക. സ്ത്രീകൾ അതിന്റെ അവരുടെ നിസ്കാരമുറികളിലേക്ക് പോകുമ്പോൾ അങ്ങനെ ചെയ്യുക. എല്ലാവരും വളരെ വൃത്തിയിലും വളരെ ശുദ്ധിയിലും മലായികത്തോട് സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ, അതോടൊപ്പം ആന്തരികമായ ശുദ്ധിയാകുന്ന തൗബയും ഈ ഇസ്തിഗ്ഫാർ നല്ലവണ്ണം പൂരിപ്പിച്ച് ഇനിയും കരയാൻ കഴിയാത്തവർ കരയാൻ വേണ്ടി ഒറ്റയ്ക്ക് കിട്ടുന്ന സ്ഥലങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് എന്ന വിഷയം നാളെ നമുക്ക് ചർച്ചക്കിടുമ്പോൾ കുറച്ചുകൂടി നമ്മൾ ആ വിഷയം സംസാരിക്കും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അർഹമർ റഹീമായ റബ്ബേ, ദൈവസ്തുതിയാൽ കർത്തം നടത്തപ്പെടുന്നു. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ
العظيم نستغفر الله العظيم نستغفر الله العظيم അർഹമർറഹീമായ റബ്ബേ, സാധുക്കളായ പാപികളായ പാവങ്ങളായ ബലഹീനരായ ചന്തികളായ നിങ്ങളുടെ സർവനാശങ്ങൾ പൊറുക്കുന്ന റഹ്മാൻ. അങ്ങനെ നിങ്ങളുടെ മാതാപിതാക്കൾ ഗുരുവന്മാരെ മക്കളുടെ ഭാര്യമാരെ സഹോദര സഹോദരിമാരവരുടെയും ഭാര്യഭർത്താക്കൾ സുന്ദരിയും മറ്റുള്ളവരുടെയും ശിഷ്യന്മാരെ സഹായിച്ചവർ നമ്മുടെ ക്ലാസ്സിലൊന്നും പങ്കെടുത്തവർ എല്ലാവരുടെയും സർവമാന ദോഷങ്ങൾ പൊറുക്കുന്ന റഹ്മാനാണ്. നിങ്ങൾക്ക് ദോഷങ്ങൾ പൊറുക്കുന്ന റഹ്മാനാണ്. നിന്റെ സ്വപൂർണമായ സ്വാഭാവികങ്ങളുടെ പൊറുപ്പിത്തരണ റഹ്മാനാണ്. നിന്റെ മർബൂദികളായ അഷ്ടിയായി കൊടുത്തിരുതേ റഹ്മാനേ. മുന്നിത്തിറങ്ങുകളും എല്ലാത്തവരും ലോകത്തിന് നാനാഭാവത്തും പ്രയാസത്തിനും മുന്നിലുള്ള പ്രയാസമാവുന്ന റഹ്മാനെ നിങ്ങൾ സ്വാഗതം ചെയ്യാൻ പോകുന്ന പരിശുദ്ധമായ രാത്രിയിൽ ഈ 10 ദിനരാത്രങ്ങളും നിങ്ങളുടെ കഴിഞ്ഞ സമയങ്ങളെക്കാൾ കൂടുതൽ രാഹുൽയുടെ റഹ്മാനെ നിങ്ങൾക്ക് നൽകിയ അപാരമായ നിയമത്തുകൾക്ക് ശുക്ർ ചെയ്യാനുള്ള ബാധ്യമായി ഈ 10 ദിനരാത്രങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തരണ റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وصلى على جميع الأنبياء والمرسلين والملائكة المقربين والجميع الصالحين أجمعين والحمد لله رب العالمين. سنة تذكير كتاب سبحانك اللهم وبحمدك أشهد أن لا